ഇന്ന് ഭിന്നശേഷിക്കാരുമായി മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുകയാണ്. സംവാദ പരിപാടിയാണ്. ആ പരിപാടിയിൽ ഇന്ന് മുഖ്യമന്ത്രി അവരെ കേൾക്കും. ഇന്ന് തലസ്ഥാനത്തെ കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് ചലച്ചിത്ര, സിനിമ, സീരിയൽ രംഗത്തുള്ളവർക്കൊക്കെ തന്നെ സുപരിചിതനായിട്ടുള്ള ആളാണ് ജോബിച്ചേട്ടൻ നമുക്കിപ്പോൾ ഇവിടെ ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രി ഈ ഭിന്നശേഷിക്കാരെ കേൾക്കുന്നു. ഈ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ജോബിച്ചേട്ടനെ പോലെ ആൾക്കാരുമുണ്ട്. ഇന്ന് ഈ പരിപാടി പങ്കെടുക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ ഈ നവീന ആശയത്തെ എങ്ങനെയാണ് ജോബിച്ചേട്ടൻ കാണുന്നത്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിലാണ് കേരളം ഈ ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ. ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് തന്നെ ഒരു മാതൃകയാണ് കേരളം. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് ഒരുപാട് നേടേണ്ടതുണ്ട്. നമുക്ക് ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്ക് അവരെ ആജീവനാന്തരമായ ഒരു സംരക്ഷണം നൽകുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൂടി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഭിന്നശേഷി ആണെന്ന് ഗർഭാവസ്ഥയിൽ തന്നെ അറിയുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ചികിത്സാ സംവിധാനം വേണമെന്ന് മാത്രമല്ല, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ജനന നിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സംവിധാനമായിട്ട്. നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ ഏതെങ്കിലും തരത്തിലെ ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെ ജനനനിരക്ക് ഭിന്നശേഷിക്കാരിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റുള്ള പ്രധാനമായിട്ട് പറയേണ്ടത്, മാതാപിതാക്കൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകുക. അത് എല്ലാ രീതിയിലുള്ള സംരക്ഷണം അവർക്ക് കൊടുക്കണം. പൊതുജനങ്ങൾക്ക് മാനസികമായി വെല്ലുവിളികൾ നേടുന്നവർ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതു ഇടത്ത് വരുമ്പോൾ അവർക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം പരിഗണന കൊടുക്കത്തക്ക രീതിയിൽ പൊതുജനത്തെ ബോധവൽക്കരിപ്പിക്കപ്പെടണം എന്നുള്ളത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുണ്ട്. കാരണം പൊതുജനം തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടത്ര പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ജോബിച്ചേട്ടൻ പറഞ്ഞത് പ്രധാനപ്പെട്ട ചില കാര്യമാണ്. ആ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ സന്നദ്ധ സംഘടനയുടെ സജീവ പ്രവർത്തകരാണ്. അതുകൊണ്ട് കലാരംഗത്ത്, ചലച്ചിത്ര രംഗത്തൊക്കെ ആദ്യഘട്ടത്തിൽ ജോബിച്ചേട്ടനെ പോലെ ആൾക്കാർ വരുമ്പോൾ പ്രത്യേക പരിഗണന എന്ന തരത്തിലാണ്. അതായത് അവഗണന നേരിട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെടുന്ന അതൊന്നും അതിജീവിച്ചില്ല. നമ്മുടെ അതിജീവനമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്ത് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, ജനങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എളിയ പ്രാർത്ഥന. അതാണ് ഞാൻ അതിലേക്ക് തന്നെയാണ് പരിഗണന ഉദ്ദേശിച്ചത്. പ്രത്യേക പരിഗണന, പ്രത്യേക വിഭാഗം എന്ന തരത്തിൽ കൗതുകത്തോടെ നോക്കുന്ന ആ ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് അതിജീവിച്ച് വന്നവരാണ്. സ്വന്തം പോരാട്ടം കൊണ്ട്, സ്വന്തം ഈ പറഞ്ഞ ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മാതൃക കാണിച്ച ജോബിച്ചേട്ടനെ പോലെ ആൾക്കാർ ഈ പരിപാടി പങ്കെടുത്ത് ഇവർക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. അതാണ് മുഖാമുഖം പരിപാടിയിൽ ജോബിച്ചേട്ടനെ പോലെയുള്ള ആൾക്കാർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.